നമസ്കാരം. കശ്മീരിനെ മുൾമുനയിലാക്കുന്ന പാക് ഭീകരവാദത്തിന്റെ കറുത്ത ചുരുളുകളഴിക്കാൻ ഇന്ത്യ പോരാട്ടം കടുപ്പിക്കുകയാണ്. പാകിസ്ഥാന് അവസാന താക്കീതുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുകയാണ്. ശത്രുക്കളെ പാഠം പഠിപ്പിക്കുമെന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് കശ്മീരിലെ സാധാരണക്കാരെയും സൈനികരെയും ലക്ഷ്യമിട്ടുള്ള തുടർച്ചയായ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കശ്മീർ ലക്ഷ്യമാക്കി തീവ്രവാദികളെ പൂർണ്ണ പിന്തുണയോടെ ഇന്ത്യൻ മണ്ണിലേക്ക് പറഞ്ഞയക്കുന്ന പാകിസ്ഥാന് കശ്മീരിലെത്തിയാണ് മോദി താക്കീത് നൽകിയത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. തുടർച്ചയായി നടക്കുന്ന ഭീകരാക്രമണങ്ങളെ ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് ഉറ്റുനോക്കുന്നത് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ജമ്മു കശ്മീരിലെ ശത്രുക്കളെ പാഠം പഠിപ്പിക്കാൻ കേന്ദ്രം മടിക്കില്ല എന്ന് അദ്ദേഹം കശ്മീരിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകിയത് വെറുതെയല്ല. പാകിസ്ഥാനെ തളയ്ക്കാൻ ഇന്ത്യ കൃത്യമായ നീക്കങ്ങളാണ് നടത്തുന്നത്. കശ്മീരിന്റെ സമാധാനം കെടുത്താൻ ആര് തുനിഞ്ഞിറങ്ങിയാലും ഇന്ത്യ ചുട്ട മറുപടി തന്നെ കൊടുക്കും. ശത്രുക്കൾക്ക് ജമ്മു കശ്മീരിന്റെ പുരോഗതി ഇഷ്ടമല്ല. സമാധാനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ചരട് അറുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ജമ്മു കശ്മീരിന്റെ വികസനം തടയാനും ഇവിടെ സമാധാനം സ്ഥാപിക്കുന്നത് തടയാനുമുള്ള അവസാന ശ്രമങ്ങളാണ് അവർ നടത്തുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ജമ്മു കശ്മീരിലെ പുതിയ തലമുറ സ്ഥിരമായ സമാധാനത്തോടെ മാത്രമേ ജീവിക്കൂ. ജമ്മു കശ്മീർ തിരഞ്ഞെടുത്ത വികസനത്തിന്റെ പാത കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞത്. നമുക്കറിയാം, ജമ്മു കശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങൾ എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് എന്നുള്ളത്. ജൂൺ 9 മുതൽ ഈ പ്രദേശം നിരവധി ഭീകരാക്രമണങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അതിലൊരു കൊച്ചുകുട്ടി ഉൾപ്പെടെ 10 തീർത്ഥാടകർ റിയാസിയിൽ യാത്രക്കാരുടെ ബസ്സിന് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 4 ദിവസത്തിനുള്ളിൽ ജമ്മു കശ്മീരിലെ റിയാസി, കത്വ, ദോഡ ജില്ലകളിലെ 4 ഇടങ്ങളിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 10 തീർത്ഥാടകരും ഒരു CRPF ജവാനും കൊല്ലപ്പെടുകയും 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കത്വ ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 2 പാകിസ്ഥാൻ ഭീകരരും കൊല്ലപ്പെട്ടിരുന്നു. ഇവരിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തിരുന്നു. നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ ശാഖയായ പാകിസ്ഥാൻ പിന്തുണയുള്ള ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണ് റിയാസിയിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. കശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. സോപ്പോറിലെ ഹഡിപ്പോറയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 അജ്ഞാത ഭീകരരെ സൈന്യം കൊലപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ചയ്ക്ക് ശേഷം വടക്കൻ കശ്മീരിൽ നടക്കുന്ന 2ാമത്തെ ഏറ്റുമുട്ടലാണിത്. ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതിനെ തുടർന്നാണ് സൈന്യവും പോലീസും CRPFും അടങ്ങുന്ന സുരക്ഷാ സേന ഹഡിപ്പോറ ഗ്രാമത്തിൽ തിരച്ചിൽ നടത്തിയത്. ബന്ദിപ്പോറ ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 2018 മുതൽ സജീവമായിരുന്ന ലഷ്കർ-ഇ-തോയ്ബയുടെ A വിഭാഗത്തിലെ ഉമർ അക്ബർ ലോൺ എന്ന പ്രാദേശിക ഭീകരനെ സുരക്ഷാ സേന വധിച്ചു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഭീകരരെ കണ്ടെത്തുന്നതിനായി റാഫിയാബാദിലും സോപ്പോറിലും പോലീസും സൈന്യവും നിരവധി ഓപ്പറേഷനുകൾ ആരംഭിച്ചിരുന്നു. അതേപോലെ തന്നെ ജൂൺ 9 റിയാസി ഭീകരാക്രമണത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായതായി ജമ്മു കശ്മീർ പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. നിരവധി തവണ ഭീകരർക്ക് അഭയം നൽകുന്നതിൽ പങ്കാളിയായ ഹകം എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണവും പാർപ്പിടവും നൽകുന്നതിനൊപ്പം ഇയാൾ ഒരു വഴികാട്ടിയായി ഭീകരർക്ക് മുന്നിൽ പ്രവർത്തിക്കുകയും അവരെ സംഭവ സ്ഥലത്തെത്തിക്കാൻ സഹായിക്കുകയും ചെയ്തു. ആക്രമണം നടത്താൻ തീവ്രവാദികളെ സഹായിച്ച ഒരു സുപ്രധാന കൂട്ടാളിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലും അന്വേഷണവും ഇക്കാര്യത്തിൽ നടക്കുകയാണെന്നാണ് അധികൃതർ അറിയിച്ചത്. എന്തായാലും പാകിസ്ഥാനെ ചിന്നിച്ചിതറിക്കാൻ പ്രാദേശിക ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കശ്മീരിലെ അന്തരീക്ഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൃത്യമായി വിലയിരുത്തുകയാണ്. സമാധാനം ഉറപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രധാനമന്ത്രി പറയുന്നത് വെറുതെയല്ല. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ കഴിയുമെന്ന് നമ്മുടെ അയൽക്കാർ കരുതുന്നുവെങ്കിൽ അത് വലിയ തെറ്റാണ്, മടയത്തരമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ഉചിതമായ മറുപടി നൽകുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും പറഞ്ഞു വെക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം അയൽ രാജ്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ഇന്ത്യയുടെ നിലപാട് മുൻ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി മാറിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഇന്ത്യ അക്ഷീണ പോരാട്ടത്തിൽ തന്നെയാണ്. പാകിസ്ഥാന് അവസാന മുന്നറിയിപ്പ് എന്നോണം മോദി കട്ടായം പറഞ്ഞിരിക്കുകയാണ് ചില പ്രധാനപ്പെട്ട വസ്തുതകൾ. പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിലേക്ക് അശാന്തി പടർത്താൻ ഭീകരരെ അയക്കുന്നത് നിർത്തിയില്ല എങ്കിൽ വലിയ പ്രത്യാഘാതമായിരിക്കും പാകിസ്ഥാനെ കാത്തിരിക്കുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്ത്യ കഠിനമായ പോരാട്ടങ്ങളിൽ കൂടി ശക്തമായ പ്രതിരോധ കവചം തന്നെ അതിർത്തിയിൽ തീർക്കും എന്നത് ഉറപ്പാണ്.